ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറയാണ്, പിന്നെ കള്ളുടിച്ചോലോ, മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ചങ്ങായിമാരൊപ്പം കൂടിയാണ്ട്. അപ്പോൾ വീണ്ടും കുടിക്കാൻ ഭയങ്കര കമ്പുണ്ട്, ഭയങ്കര ത്വര, കുടിച്ചാനിങ്ങനെ തോന്നാണ്. എന്താ ഞാൻ കരയുന്നുണ്ട് ആളെ പേരൊക്കെ പറഞ്ഞു. ഞാൻ അറിയില്ല കേട്ടോ, ആളെ ഞാൻ അറിയില്ല. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ആളാണ്. ഇത് കേട്ടിട്ടാണ് എനിക്ക് വിളിച്ചത്. പല ചോദ്യങ്ങളും വരുന്നുണ്ട്, വിചിത്രമായ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ദേഹച്ചക്ക് നമ്മൾ കഴിഞ്ഞ ചോദ്യം ആയത്തില്ല, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. ഈ ത്വര ഉണ്ടല്ലോ, കുടിക്കാനുള്ള ത്വര, അതാണ് ഹവൻ നഫ്സ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് എനിക്ക് നിയന്ത്രിച്ചാൽ സ്വർഗം കിട്ടും. പിന്നെ ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇത്. ഏത്? കള്ളുടിച്ചതോ? ഈ കുറ്റബോധം ഉണ്ടായത്. എന്നിട്ട് എന്നെ വിളിച്ചല്ലേ അയാൾ, കരച്ചിലും വരുന്നുണ്ടായേക്ക്, കുടിച്ചങ്ങനെ മുട്ടുണ്ടായേക്ക്, അപ്പോഴേ വിളിക്കണേ. നല്ലതാണ്, നല്ലോണമാണ്. നിങ്ങൾക്ക് അല്ലാഹ് തന്ന വലിയ ഭാഗ്യമാണ് പറഞ്ഞു. അതിന് ശുക്ർ ചെയ്തോ, മര്യാദയ്ക്ക് മാറി നിന്നോന്ന് പറഞ്ഞു. അത് മുത്തക്കിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞേ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, അവരെന്തെങ്കിലും തോന്നിയാസം ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, സ്വന്തം ശരീരത്തോട് അവർ അതിക്രമം പ്രവർത്തിച്ചാൽ, ദക്കറുല്ലാഹ്, അള്ളാഹ് എന്നുള്ള വിചാരമുണ്ടായിട്ട് ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, അള്ളാഹിനോട് പാപങ്ങൾക്ക് വേണ്ടി ഒരു മാപിരക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാ പിന്നെ പുറത്ത് തരാനുള്ളത്? എന്താണ് ആ ശൈലികളൊന്നും ആലോചിക്കുന്നത്? തെറ്റ് ബോധ്യമായിട്ട് പിന്നെ തെറ്റിൽ ഉറച്ചു നിൽക്കൂല മുത്തക്കിങ്ങൾ. വലം യുസ്റു അലാ മാ ഫഅലു, ചെയ്ത പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരല്ല. വഹും യഅലമൂൻ, തെറ്റാണെന്ന് ബോധ്യമായിട്ട്. അതല്ലേ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു കുടിച്ചാൽ അങ്ങനെ മുട്ടിയിട്ട് പോകുമ്പോൾ വിളിച്ചാണ് ചോദിച്ചാൽ എന്തായാലും മാർഗം. നല്ലോണം പൊറുക്കനെ തെറിക്ക് പറഞ്ഞു ഞാനോട്. ഇത് വലിയൊരു സൗഭാഗ്യമാണെന്ന് തോന്നുന്നു, വലിയ സമാധാനമായി ആണല്ലോ.